നൈറ്റ് സീ ഇവിടുന്ന് മാഗ്നിഫിസന്റ് വ്യൂ ആണ്. നിങ്ങൾ കാണും, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. നിനക്ക് ഇതിനെ മുമ്പേ അറിയായിരുന്നു അല്ലേ? എന്താ പോറ്റി? ഹീസ് എ ബിസിനസ് ഡെവലപ്മെന്റ് കൺസൾട്ടന്റ്, എ ലീഡിംഗ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആസ് വെൽ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഔട്ട് ഓഫ് ദി ബ്ലൂ അയാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? 12 വർഷമായിട്ട് റാം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? അപ്പോ നീ പറഞ്ഞിട്ടാണോ അവൻ എന്നോട് ചാറ്റ് ചെയ്തത്? നീ പറഞ്ഞിട്ടാണോ അവൻ എന്നെ വിളിച്ചത്? യെസ്, ബട്ട് ഐ നോ വെയർ ടു ഡ്രോ ദ ലൈൻ. യു ഡോണ്ട് വറി. രാമിനൊപ്പം ഞാനിവിടെ ഉണ്ടാവും എന്ന് പ്രഭ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. Don't be apologetic. It's okay. I'm used to this since maybe 10 years. I'm over all that silly stuff. We are just business partners. ഈ മാരേജ് ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. This thali is only for people. പാവൻ ഞാൻ കാട്ടി. ഞങ്ങളുടെ ബിസിനസ് കാര്യം, you know, we are in dire straits. I'm desperate. Prabha, you don't have to explain to me. He's a complete womanizer and that's the only way to get to him. ഈ ഗിൽറ്റ് എന്ന് പറയുന്ന സാധനം മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ലൈഫ് becomes extremely smooth. After all, it's a man-made thing. Or is it woman-made? ഇവിടെ വേറെ ഹെൽപ്പ് എന്തെങ്കിലും? No. Just help yourself. Life in here is a buffet. Here. So that's me investing 3 crores to Brahmand. It'll be renamed to Brand Solutions. Okay. And here is Prabha Nair, the CEO. And regarding the reporting system, I'll come to that later. Okay. First of all, Tande, look complete on the margin. You have to look sexy and stylish, you know. Oh. This saree you command, Western outfit try. You have a lovely complexion. You look super. I'll take you out shopping. Tan ആദ്യം ചെയ്യേണ്ടത് UAE ഒരു റെസിഡൻസ് വിസ എടുക്കണം. അതൊക്കെ ഞാൻ ശരിയായി തരാം. And you can stay with us. പിന്നെ അവിടുത്തെ ഹിന്ദുജയിലോ ലൊംബാർഡിലോ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണം. എൻ്റെ സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്കായിരിക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Don't worry about anything. I'll take care of all the nitty-gritties. Yeah? Thank you. നിനക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടെ? ഇത് രണ്ടും കൊള്ളാം. ഇത് നീ വിട്ടേര്, ഇത് രാമ മുക്ക് ചെയ്തതാ. ഇത് നീ എടുത്തോ. ഇതെങ്ങനെയുണ്ട്? അറബിക്കുപ്പായം ഇത് കൊള്ളാലോ. നിനക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. എന്നാലും എനിക്ക് വേണ്ടി ഒന്നിട്ടാ. വേണ്ട.
ഇടടാ. എടാ വേണ്ടടാ. ഇട് നീ. നോക്കിയും കണ്ടൊക്കെ വേണ്ട ബഷീറെ സ്വത്തും മുതലൊക്കെ വിൽക്കാൻ. അതും വല്യമരക്കാരെ കാലം തൊട്ടേ ഉള്ള മുതലാണ്. ഇനിയിപ്പം കണ്ണായ സ്ഥലത്ത് ഇങ്ങനെ ഒരു പൊരി സ്ഥലം വേണമെന്ന് വെച്ചാൽ തന്നെ എന്നെ കൊണ്ടാവുമോ? കാലം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് മാറി മറിഞ്ഞ് പോവാന്ന് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. ഇത് വിൽക്കണയിലാണ് നിങ്ങൾക്ക് മനപ്രയാസം അതോ ഹിന്ദുക്കൾക്ക് വിൽക്കണയിലാണ്? നിങ്ങൾ എന്താണ് ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ ഇന്ന നാട്ടിലൊന്നല്ലേ ജീവിക്കണത്? കാഫർ ഇങ്ങക്ക് വിൽക്കുന്നത് തന്നെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറയാം, ഇങ്ങക്ക് വിൽക്കാനുള്ള പൊരടം ദീനിലുള്ളവർക്ക് വിൽക്കാനുള്ള വഴിയും കണ്ടിട്ടാണ് ഞാൻ മുസ്ലിയാരുടെ കൂടെ പോകുന്നത്. മഞ്ചേരിയിലുള്ള നമ്മളെ 2 മുതലാളിമാർ റെഡിയാണ്, നല്ല പൈസയും തരും. പൈസ മാത്രമല്ലല്ലോ റഹ്മാനെ നോക്കണ്ടത്, വേറെന്താണ് നോക്കേണ്ടത്? മുസ്ലിയാരെ, ഈ നായരും മേനോം വക്കീലും എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെ. അവരൊരുപാട് ആശിച്ച് ചോദിക്കുമ്പോൾ അവർ ചോദിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അവർക്ക് കൊടുക്കാണ്ട് നമ്മുടെ ദീനിലുള്ള ഒരാൾക്ക് മാറ്റി കൊടുക്കണത് ശരിയല്ല. ഞാൻ അത് ചെയ്യൂല. അത് നമ്മൾ ഈമാനുള്ളവർക്ക് ചേർന്ന പണിയല്ല. നിങ്ങൾ നമ്മളെ ഈമാൻ പഠിപ്പിക്കാനൊന്നും വരണ്ടേട്ടാ. ആയിരക്കണക്കിന് സഹോദരങ്ങൾ കൊന്നു തള്ളിയത് നിങ്ങൾക്ക് അറിയില്ലേ? അതോ അറിയാൻ പാടില്ലാത്ത പോലെ അഭിനയിക്കുന്നതാ? നമുക്കുള്ള സ്ഥലമെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു കാലത്ത് സ്വന്തം നാട്ടില് നമ്മളെ തന്നെ അന്യരായിട്ട് മാറ്റിക്കളയുമാര്. റഹ്മാനെ മതി, നിർത്ത്. ഇതെന്റെ തിന്നായതുകൊണ്ട് മാത്രം ഞാനിതിന് നീ അർഹിക്കുന്ന മറുപടി പറയുന്നില്ല. എത്ര പ്രായമാടാ നിനക്ക്? ഒന്ന് പറഞ്ഞേ. ഈ നാടും ഈ നാട്ടുകാരെയും നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ. മുസ്ലിയാരെ, നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഓനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. ഈ മാതിരി ദുർവിചാരമാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കിയെങ്കിൽ മാത്രമേ വേറെ ഒരു നാട് നന്നായില്ലെങ്കിലും ഈ നാട് നന്നാവൂ. ഈ രാജ്യത്തെയും ഇവിടുത്തെ നിയമത്തെയും ആദ്യം അനുസരിക്കാൻ പഠിക്കും. ബാക്കിയുള്ളതൊക്കെ താനേ നേരെ ആയിക്കോളൂ. വെറുതെ അല്ല നിങ്ങൾക്ക് നിസ്കാര തഴമ്പില്ലാത്ത. നിസ്കാരത്തഴമ്പ് തഴമ്പില്ലാണ്ട് തന്നെ 5 നേരം നിസ്കരിക്കണം മുസൽമാന്മാര് വാഴണ നാടാണിത്. ഈ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് വിട്ടുവിടും. മുസ്ലിയാരെ, നിങ്ങൾ ബേജാറാവണ്ട. ഞാനിത് മുഴുവനുമായിട്ടൊന്നും കൊടുക്കണില്ല. ആ കടപ്പുറം സൈഡില് ഒരു 4 ഏക്കർ, ബാക്കി ഈ പറമ്പും തറവാടും ഒക്കെ എന്റെ കൈവശം തന്നെ. ഈ പിണങ്ങി നിൽക്കാണ്ട് അതെടുത്ത് കുടിക്കടാ.